ഹലോ. ഹലോ സരക്കുറവല്ലേ? ആ ആണ്. രേണ പറഞ്ഞിട്ട് വിളിക്കണേ. പറഞ്ഞോ. ഗ്യാങ് ഹൗസ് കാണാൻ വേണ്ടി വരാനായിരുന്നേ. നമ്മളൊരു പുതിയ ഫാമിലിയാണ്, അപ്പൊ ഇങ്ങനെ സെറ്റ് ഏതാണ് ആയില്ല. ഫാമിലിയുടെ പേരെന്താണ്? ഓബിയൻ ഓബിയൻ ഹോബി. ഓക്കെ, വന്നോ വന്നോ, ഓബി. കണ്ടോ അവിടെ അങ്ങോട്ട് കൈവച്ചിട്ട് വന്നോ. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു. എടാ ഓബി എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഫാമിലി വന്ന് ഇത് എത്രാമത്തെ ഗോളാണെന്ന് മനസ്സിലായോണ്ടാണ്? മനസ്സിലായില്ല. അതിനെ മനസ്സിലായില്ല. എന്റെ മനസ്സിലായോണ്ടാ? മനസ്സിലായില്ല ഷബിരാത് ബ്രോ, മനസ്സിലായില്ല. അത് മറ്റേ ബാമാന്റെ ഞങ്ങാണ്. അതിനെന്ത്? എനിക്ക് അവന് ഇഷ്ടമല്ലല്ലോ. അവൻ എന്നെ വെറുതെ വാണെന്നൊക്കെ വിളിച്ചിട്ട് ഒരു ദിവസം മറ്റേ തമിഴന്മാര് തേവടിയാന്ന് വിളിക്കും, ഒരു ദിവസം മറ്റന്മാര് പാടാന്ന് എന്തൊക്കെ കേക്കോളാം. ആൾക്കാര് എന്തേലും ചെറിയ എന്തേലും പറ്റിയാ പോലും ചോദിക്കാക്കെ വരുന്നുണ്ടോ? ഇപ്പൊ എന്നെ വിളിച്ചപ്പോ അങ്ങനെ നീ വാ, ചോദിച്ചിട്ട് വരാം. വേണ്ടോ, ഞാൻ അവനുള്ളത് കൊടുത്തായിരുന്നു. ടിക്കറ്റ് വെളിയിൽ കളിച്ച് 10 ദിവസം ബാരം മേടിച്ചു കൊടുത്തിട്ട് ഇനി ഞാൻ പോയി ചോദിക്കണോ? എന്നിട്ട് അവൻ ഇനി എന്നെ തേവടിയാന്ന് വിളിക്കണം അല്ലേ? കൂട്ടി വിളിച്ചില്ല അധികോട്. ഞാൻ വിളിച്ചല്ല, എക്സാമ്പിൾ പറഞ്ഞത്. അത് നിന്നെ തന്നെയാണ് വിളിച്ച വീണ്ടും. ഊമ്പിക്കാൻ നോക്കാനേ മതാരെ നീ കൂടെ വന്ന് കേട്ടാ. നീ കൂടെ വന്ന് ഊമ്പിക്കല്ലേ. എടാ കുണ്ണെ, നീ ലീഡറിനെ പോലെ ഫ്രണ്ട് നടക്കുന്ന എന്തിനു വണ്ടി ഇട അങ്ങോട്ട് മെയില്. അവൻ നടക്കും, നമ്മള് വെറുതെ ഇവന്റെ പുറകെ പോണോ? ഒരു കാര്യമില്ല. എന്റെ പയ്യൻ ഒരു ദിവസം പുറത്തിരിക്കും, എന്തിനാന്ന് അറിഞ്ഞൂടാ. ആര്? അവനിരിക്കട്ടോ, ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്കൊക്കെ നല്ലതാണ്, കുഴപ്പമില്ല. വലിയൊരു ബ്രേക്കിന് ഇപ്പൊ വന്നതേ ഉള്ളായിരുന്നു. എന്നാലും ഒരു ബ്രേക്ക് നല്ലതാണ്. ഇത് കേറി നോക്കടാ, കേറി നോക്കടാ. അയ്യോ, എന്താ കേറി? അല്ല, ഞാനിങ്ങനെ കിടക്കുന്നുണ്ട പോലെ നോക്കിയതോ കിടക്കണ. അല്ല എന്ത് പറ്റിയതോന്ന് നോക്കിയില്ല. മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, അങ്ങനൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ട്. ഇവിടെയാടാ അവന്മാരൊക്കെ പോണത് വണ്ടി കൊണ്ട്. നീ ഇടിച്ച് തെറിച്ച് പോയിട്ടല്ലേ കാണിച്ചെന്റെ കൊരങ്ങനൊക്കെ ഇറങ്ങി പോട്ടറാ. അവന്മാർക്കപ്പം വണ്ടിക്ക് പവർ കൊടുത്ത കൊരമ്മമാരുടെ പറന്നൊക്കെ പോട്ട്. വണ്ടി ഇവിടെ ഇവിടത്തെ പീഡിയടുത്തൊക്കെ ഇവിടെ ആക്റ്റീവ് ആവാൻ പറഞ്ഞു. അവിടെ ഒരു റോബറി അടിക്കുമ്പോ അവര് സംസാരിക്കാൻ എടാ അങ്ങനെയല്ല, നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന. ഹലോ ബ്രോ. ഇല്ല, നമ്മളിന്റെ ഇവിടെ ഉണ്ട്. ഇവിടെ ആരുമില്ല. നമ്മളിവിടെ ഉണ്ട്. എവിടെ? നിങ്ങൾ അകത്താണ്? അകത്ത് കയറിയാ? ഗേറ്റിനകത്ത് അവിടെ അകത്തോട്ട് അകത്തോട്ട് ഓക്കെ ഓക്കെ ശരി. അകത്തോട്ട് കയറാ അമ്മമാര്. പോയി. നീ കുഴപ്പമില്ല, നീ കൂടാ. നീ സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞാൽ ഡൂഡ് വെച്ച് പേര് പറഞ്ഞു. ഞാൻ അടിച്ചില്ല, എന്നിട്ട് പറയാം. സെക്യൂരിറ്റി ഹലോ ഹലോ ബ്രോ. ഹലോ ബ്രോ, സെക്യൂരിറ്റി എടുത്ത് വയ്ക്കാതെ എന്തിനാണ് ബ്രോ? അല്ല സെക്യൂരിറ്റി പറഞ്ഞത് കേറിക്കോളാൻ പറഞ്ഞു. വരി 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 വരി. നിങ്ങളെ പേരെന്തിനാണ് എല്ലാരും? ബാബുമോൻ. ബാബുമോനെ എന്ത് ചൂടൻ. ബാക്കിയുള്ളവരൊക്കെ അത്തോട്ടോ അത്തോട്ടോ. എന്റെ പേര് ലൂണി ടൂൺസ്. ലൂണി ടൂൺസ്. അതെ അതെ. എടാ നിങ്ങളൊക്കെ അത്തോട്ടാടാ, അത്തോട്ടാടാ. ഏയ് അവന്മാരുടെ മുമ്പിൽ ഞാൻ ഇപ്പൊ സെക്യൂരിറ്റി ആണ്. ഡ്രസ് മാറിയിട്ട് വരാം. വള്ളിയാണ് ഈ കോഡ്. ഹലോ ബ്രോ, സുഖമാണ് ബ്രോ? ഞാൻ പറഞ്ഞ ഡുഡുച്ചിക്ക് ഹിറ്റായിക്കാണോടാ. ഡുഡുച്ചി എന്ന് പറയാൻ ബർത്ത്ഡേ ആണെന്ന് ഒരു വിഷയം. ബാബുവിന്റെ ബർത്ത്ഡേ ആണെന്ന്. ഹാപ്പി ബർത്ത്ഡേ ബ്രോ, ഹാപ്പി ബർത്ത്ഡേ. ഞാനൊരു കാര്യം പറയട്ടെ ബ്രോ, ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നരുത് ബ്രോ. നമ്മുടെ കൂട്ടത്തില് മന്ദാരത്തിന് ബ്രോ ഇഷ്ടമല്ല. ബ്രോ അവനെ തെറി വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവന് ഫീൽ ആയിട്ടുണ്ട് ബ്രോ. ഇതൊക്കെ ബ്രോക്ക് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എന്തിനാ ഇങ്ങനെ ബാക്കിയുള്ള ബ്രോ? നിങ്ങൾ സംസാരിടാ. സ്നേപ്പേ സംസാരിച്ചവരോട്ട്. സ്നേപ്പേ അവരെല്ലാരും പിടിച്ചിരുത്തി ചായ ഒക്കെ കൊടു. വണ്ടിയുടെ ഇത് അടിച്ചു വിട്ടിട്ടുണ്ട്. കുട്ടിയുടെ അത് വണ്ടി ഓടി ഓടി കുറച്ച് കഴിയുമ്പോ അത് വണ്ടി പൊട്ടിത്തെറിക്കും. മന്ദാര കുന്നെ
ഒറ്റ പറയാതെ ഊമിത്തരം ചെയ്തതിനാണ് അപ്പൊ എന്റെ വണ്ടിയുടെ ടയർ ഊരാൻ പറഞ്ഞ അടുത്ത് ടയറല്ലണ്ടാ ഷോർട്ട് സർക്യൂട്ട് എന്റെ കയറിട്ട് അതാണ് മര്യാദക്ക് ഇവിടെ വാ നമുക്ക് ഞാൻ വാമനടുത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല അവനെ കൊടുക്കണ്ട ഹലോ അവൻ വിളിച്ചിട്ടില്ലെന്ന് മേലോട്ടിരുന്നു സീറ്റിലോട്ടിരുന്നു. എടാ കുടിക്കാൻ എടുത്തിട്ടോ ഫ്ലഫി. സീറ്റിൽ ചേർന്ന് നിന്നിട്ട് ആ ബ്രോ പറഞ്ഞോ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ പുതിയ ഗ്യാങ് ആവാനാണോ പ്ലാൻ? അതെ നമ്മളിപ്പോ മറ്റേ മോണിറ്ററിംഗ് പീരീഡിലാണ് ഉള്ളത്. ഓ അപ്പൊ നിങ്ങള് എന്ത് പറഞ്ഞു 5 പേരെ ഉള്ളു? നിങ്ങൾ കുറച്ചുപേരെ കൂടി എല്ലാരും ഉണ്ട്, ഇപ്പൊ ഇറങ്ങി, എല്ലാരും ഒന്ന് ഇറങ്ങിയതേ ഉള്ളു. എല്ലാരും ഉണ്ടായിരുന്നു, ഒരു ആവശ്യം വന്ന് എല്ലാരും ഒന്ന് പുറപ്പെട്ടു. അപ്പൊ നിങ്ങൾ ലീഡർ ആരാണ്? ലീഡറിന്റെ ബർത്ത്ഡേ ആണ്. ഓ ലീഡർ ബാബുവാനാണ്. അതെ ലീഡറിന്റെ ബർത്ത്ഡേ ആണെന്ന്. നമ്മളെ കൂട്ടത്തിലെ മന്ദാരത്തിന് തെറി വിളിച്ച മോശമായി പോയി. ബ്രോ ഞാൻ വിളിച്ചിട്ടില്ല ബ്രോ. മന്ദാര നിന്നെ തെറി വിളിച്ചെന്ന് പറഞ്ഞത് ബ്രോ ഇന്നൊന്നും ചെയ്യണ്ട ബ്രോ, ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ്. ഇല്ലല്ലേ അയ്യോ ഇതൊന്നും ചെയ്യുന്നതല്ലേ, നമ്മള് പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞു ഇതാക്കിയതാണ്. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ലി അത്രേ ഉള്ളൂ. ബ്രോ വൈൻ വേണോ? വൈൻ ഒഴിച്ച് കൊറ ആദ്യം നമ്മള് എടാ മന്ദാരം എല്ലാവർക്കും കൊടു ജ്യൂസൊക്കെ കൊടു. ഞാൻ ആദ്യം കുടിക്കട്ടെ. വെയിറ്റ് കുടിച്ചിട്ട് അതായിരിക്കും നല്ലത്. ഇനി മന്ദാരയുടെ ഉള്ള വല്ല വൈരാഗ്യത്തിനും വൈൻ ഇല്ല അങ്ങനെയൊന്നും ചെയ്തില്ല. നക്കി വെക്കട്ടെ. പെട്രോൾ എടുത്ത് ഒഴിക്കാടേ. ഓക്കെ അപ്പൊ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ ഇത് ഗ്യാങ്ങിന്റെ കാര്യങ്ങൾ? എങ്ങനെയാണ് മുമ്പോട്ടുള്ളത് പരിപാടികള്? നമ്മള് മറ്റേ അടിയിടിയൊന്നൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് അങ്ങനെ വരാനായിട്ട് ചാൻസ് ഉണ്ടോ? നമ്മളെങ്ങനെയാണ് നോക്കുന്നത്? ഇനി ഓപ്പോസിറ്റ് വരുന്നവരുടെ ഇതുപോലെ ഇരിക്കും. ഇല്ല നമ്മള് വേണ്ടാന്ന് വിചാരിച്ചത് തന്നെയാണ്. അത്രേ ഉള്ളൂ. നമ്മളെ മൈൻഡ് സെറ്റിനകത്താണ് മെജോറിറ്റി ഇരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു വള്ളി ഉണ്ടെങ്കിൽ ബാക്കി മൊത്തത്തിൽ പ്രശ്നം. അതാണ് പ്രശ്നം. നിങ്ങളെ കൂട്ടത്തിൽ അങ്ങനെ ഒരു വള്ളി മനുഷ്യനുണ്ടോ? ഒരു വള്ളി മാഗ്നറ്റ്? കൂട്ടത്തിലെ വള്ളി എന്ന് പറയുന്നത് ലീഡർ തന്നെയാണോ തോന്നല്ലേ? എന്റെ അറിവില് ബാബുമാരായിരുന്നു ഇവിടെ ഉള്ള സമയത്ത് എല്ലാ കേക്കിലും ഒരു വള്ളി വീരൻ. അതെ ലീഡർ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ക്യാരക്ടർ എന്തായാലും മാറിയല്ലേ പറ്റൂ. ഒരുപാട് മാറ്റങ്ങൾ. 18 വയസ്സായി. ഓ സെറ്റ് കൊള്ളാം. ലൈസൻസ് എടുക്കാൻ പോകുന്നു. പൗരനായി അല്ലേ? അതെ ഓക്കെ സെറ്റ്. ഇനി എന്താണ്? ഓ കണ്ണാപ്പിന്നെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു വള്ളിയാണ്. അതിനാണ് വെറുതെ അവരൊക്കെ ഇപ്പൊ ഇറങ്ങി. അവരൊക്കെ ഇന്ന് നേരത്തെ ഇറങ്ങി. ഇപ്പൊ രാത്രി ഇല്ല. അവരൊക്കെ ഇറങ്ങി. ഒരു ഗ്യാങ് തുടങ്ങുന്നതിനെ പറ്റി എന്തെങ്കിലും ടിപ്സ് ആൻഡ് ടിക്സ്? അതെ നിങ്ങളുടെ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നും ഇല്ല ബ്രോ. ഇത് ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു ഇത് പോലെ ഒരു അഡ്വൈസ് പോലെ തരാനുള്ളത്. പുറത്ത് രജിസ്റ്റർ ചെയ്യണം. എന്താ കോളെ പുറത്ത് രജിസ്റ്റർ ചെയ്യണതാ? അതല്ല ഞാൻ ഒരു ഗ്യാങ് ആയിട്ട് ഇവിടെ കണ്ടിന്യൂ ആയി പോകാനായിട്ട് എന്തൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മാസ് ഗ്യാങ്ങിൽ നിന്ന് ഒരു POV അത് ഗോഡ് പറഞ്ഞു. ശരി മെച്ചുവേർഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുക്കണം എന്നെ പോലെ. എന്നിട്ട് നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അറിയണം. അത്രയൊക്കെ മതി ബ്രോ, വലുതായിട്ടൊന്നും വേണ്ട. പിന്നെ തോക്ക് മേടിക്കാൻ പൈസ വേണം, ബുള്ളറ്റ് മേടിക്കാൻ പൈസ വേണം, കുറച്ച് ആൾക്കാർ വേണം. ഇത്ര ഉള്ളൂ. എന്തൊക്കെയാണ് ഇതാണ് ഒരു മാസിലെ ആവറേജ് പ്ലെയർ. മനസ്സിലായില്ലേ? ഇതാണ് ഒരു മാസിലെ ആവറേജ് പ്ലെയർ. മനസ്സിലായില്ലേ? വീഡിയോ ചെയ്യാൻ പഠിക്കണം. അതാ അങ്ങനല്ല സംഭവം. ഞാൻ പറഞ്ഞില്ല, നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ബ്രോ നിങ്ങളെ ഗ്യാങ് നല്ല രീതിയിൽ കണ്ടിന്യൂ ആണെങ്കിൽ ഗ്യാങ്ങിന് ഒരു ഹൈറാർക്കി വേണം. മനസ്സിലായില്ലേ? ഒരു ലീഡർ, അതിന് താഴെയുള്ള 2 കോ ലീഡേഴ്സിനെ മൊത്തത്തിൽ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സ് വേണം. മനസ്സിലായി? നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന മെമ്പേഴ്സ് നിങ്ങളുടെ ഗ്യാങ്ങിൽ വേണം. രണ്ടാമത്തെ കാര്യം, മെമ്പേഴ്സിന്റെ തോട്ടം എന്ന് പറയുന്നതും ഗ്യാങ് ലീഡേഴ്സിന്റെയും കോ ലീഡേഴ്സിന്റെയും തോട്ടം എന്ന് പറയുന്നത് ഒന്നായിരിക്കണം. മനസ്സിലായില്ലേ?
പക്ഷെ ഞാൻ RP ചെയ്യാനുള്ളൊരു മൈൻഡ് ആണെങ്കിൽ RP ചെയ്യാനുള്ളൊരു മൈൻഡ് വേണം. അത് മനസ്സിലായില്ലേ നിങ്ങൾ പോകേണ്ടത്. പക്ഷെ എന്നൊരു സിഗ്നൽ അന്ന് പോയി വള്ളി എടുക്കുന്ന മൈൻഡ് ഒഴിവാക്കുക. മനസ്സിലായി? ഇപ്പൊ തന്നെ നമുക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ പോലും ഉണ്ടാകുന്നത് അതൊക്കെ പറ്റാണ്. മനസ്സിലായില്ലേ? അങ്ങനെ നടക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം വെച്ചാൽ ഗ്യാങ് മുമ്പോട്ട് പോകണമെങ്കിൽ ഗ്യാങ് മെമ്പേഴ്സ്, ഗ്യാങ് ലീഡർ, കോ ലീഡർ എല്ലാവരും ആക്റ്റീവ് ആയിരിക്കണം. മനസ്സിലായില്ലേ? സിറ്റിയിൽ ആക്ടിവിറ്റി ഒരു ഗ്യാങ് എപ്പോഴും ആക്റ്റീവായിട്ട് നിന്നാലേ ഗ്യാങ്ങിനെ മനസ്സിലായി എല്ലാവരും കൂടുതൽ തിരിച്ചറിയത്തുള്ളൂ. മനസ്സിലായി? റെക്കഗ്നീഷൻ കിട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ടും എല്ലാ ആൾക്കാരുമായിട്ടും മനസ്സിലായില്ലേ ഇടപഴകാനായിട്ടൊരു മനസ്സിലായി കമ്മ്യൂണിക്കേറ്റ് ഉള്ളൊരു മൈൻഡ് സെറ്റ് വേണം. ഇത്രയൊക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ബാക്കി നമ്മൾ മനസ്സിലായില്ലേ ഇതാവും. മനസ്സിലായി? നമ്മൾ എപ്പോഴും നമ്മളെ മൈൻഡ് സെറ്റ് മാത്രം ചിന്തിക്കാതെ അപ്പുറത്ത് നിൽക്കുന്നവരുടെ മൈൻഡ് സെറ്റും കൂടി ചിന്തിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ടെങ്കിൽ പ്രശ്നം തീരും. മനസ്സിലായില്ലേ? അതെ അതെ, സംസാരിച്ചിട്ടും ശരിയാത്തതിന് മാത്രമേ നമ്മള് ബാക്കിയുള്ളവരൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോകും. ഞാനിത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 10 വട്ടം മനസ്സിലായെന്ന് ചോദിക്കും. മനസ്സിലായോ? അത് പിന്നെ അത് അതിന്റെ പേരിൽ പിന്നെ എന്നെ എവിടെ ഇട്ട് നോക്കും കുറെ മാര്. ഞാൻ മനസ്സിലായെന്ന് ചോദിക്കുന്നതിന് ശരി അത് മനസ്സിലാക്കുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാർ. അത് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് വാറെടുക്കും. മനസ്സിലായോ? മര്യാദക്ക് അവിടെ ഇരിക്കണേ ഇരിക്കണേ. ടിപ്സ് പറഞ്ഞെന്ന് ബ്രോക്ക് എല്ലാം മനസ്സിലായിരുന്നല്ലോ അല്ലേ? പറഞ്ഞെല്ലാം പോയിന്റ് മനസ്സിലായി. ഗ്യാങ് തുടങ്ങി. നമ്മളൊരു ഗുഡ് ടച്ചിൽ പോവുക എന്നുള്ള എല്ലാം നല്ലപോലെ തന്നെ ആയിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് കൂടി സംസാരിക്കുക, ക്ലിയർ ആക്കുക. അല്ലാതെ വേറെ ഗ്യാങ്ങുമായിട്ട് നമുക്ക് നല്ല പോവുക. അതെ അതെ അത്രേ ഉള്ളൂ. 500 മനസ്സിലായ ഒറ്റയടിക്ക് കേട്ടും ഇല്ല എത്രേ ഉള്ളൂ. കാര്യങ്ങളൊക്കെ അപ്പൊ ക്ലിയർ ആയല്ലോ. എന്തുണ്ടായാലും മന്ദാരതാ മനസ്സിലാടാ. നിന്റെ പ്രശ്നമായിരുന്നടാ. മനസ്സിലായ? നിനക്ക് മാത്രമുള്ള പ്രശ്നമായിരുന്നു, അല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു മന്ദാരം. മനസ്സിലായി? അവൻ നോക്ക് ഇപ്പൊ എന്താണ് ചെയ്തെന്ന് നോക്ക്. നിന്നെ കെട്ടിപ്പിടിച്ച് ഹഗ് ചെയ്ത് നിന്റെ പ്രശ്നം തീർത്തിട്ട് പോയി. ഇതൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിനക്കൊന്നും വിചാരിച്ചതൊക്കെ എപ്പോഴും മാറിയേനെ. അത്രേ ഉള്ളൂ. കാര്യം തീർന്നിട്ടേ അത്രേ ഉള്ളൂ. ഡബ്ല്യൂ നമ്മള് ബാക്കി കണ്ടിട്ട് സെറ്റ് ആവട്ടെ. അന്താരം ഇവിടെ കുറച്ച് രക്തം ഇട്ടിട്ടുണ്ടേ. ഓ കുഴപ്പമില്ല. നമുക്ക് PUBG ലോകത്തേക്ക് പോണ്ടടാ. ഫ്ലഫി ഒരു മിനിറ്റ്. ഫ്ലഫി പോയല്ലേ? ഫ്ലഫിയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെ ചെയ്താ പോരെ? ഏതാ? നീ ഒരു പൊരവാണോ? സത്യം പറയാലേ. വൈനക്ക് നീ ഒരു വാണാണല്ലോ. എനിക്കല്ലേ അറിഞ്ഞൂടാ. അല്ല സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു നീലം ബ്രോക്ക് പുതിയതാണ്. നീലന്റെ മോളിലത്തെ തന്നെ നീല താഴെ വീട് ചത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഹെലിയുടെ മോളിലത്തെ തന്നെ താഴെ വീട് ചെയ്തത്. പേടിക്കണ്ട, സീനില്ല. ഒരു പ്രശ്നമില്ല ബ്രോ, ഒന്നും ചെയ്യില്ല. ഉള്ളി ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി. അവനിപ്പോഴാണ് ഓർമ്മ വന്നേട്ടാ. എപ്പോഴാണ് ഓർത്തത്? നീ ഇല്ലായിരുന്നു അന്നൊന്നും? ഇവൻ വന്നിട്ടില്ല. ഇവനൊന്നും ടിവിയില് വന്നിട്ടില്ല. ഇവൻ പിന്നെയാണ് സിയോണില് പോകുമ്പോഴാണ്. എവിടാ ഇതിപ്പോ ഒന്ന് കാണിച്ചു കൊടുക്കോ? ആരാണ് ഫ്രീ ആയിട്ടുള്ള? ലീഡർ അകത്തോട്ടോ.